ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിൽ വീണ്ടും മരണം. 4 ആരോഗ്യ പ്രവർത്തകരാണ് ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടത്. നാളെ ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചയ്ക്ക് സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ ആക്രമണം ഉണ്ടായത്. നമുക്കറിയാം, ലെബനൻ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ച പശ്ചാത്തലമുണ്ട്. സമാധാന ചർച്ചകൾക്ക് പലപ്പോഴും ഭംഗം വരുത്തിയത് ഇസ്രായേലിന്റെ ഈ ആക്രമണമായിരുന്നു. ഏകപക്ഷീയമായ കരാർ എന്ന് ഇസ്രായേൽ വെടിനിർത്തലിനെ വിശേഷിപ്പിച്ചതുപോലും ഈ പശ്ചാത്തലത്തിലായിരുന്നു. ലെബനൻ ആ കരാറിന്റെ പരിധിയിൽ വരുന്നില്ല എന്നും ഇസ്രായേൽ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇതിപ്പോൾ ലെബനനിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർക്കുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും ആക്രമണം തുടരുകയാണോ? ചർച്ചകൾക്ക് ഭംഗം വരുത്തുന്ന രീതിയിലാണോ ഇപ്പോൾ സംഭവവികാസങ്ങൾ? ഇത് ശുഭകരമായ വാർത്തയ്ക്ക് വേണ്ടി ലോകം കാതോർത്തിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ലെബനനിലേക്ക് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നാളെ ഇസ്രായേൽ ലെബനൻ ചർച്ച നടക്കും. ഇത് സംബന്ധിച്ച അറിയിപ്പ് ഡൊണാൾഡ് ട്രംപാണ് പുറത്തുവിട്ടത്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ട്രൂത്ത് സോഷ്യൽ വഴിയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. വളരെ നിർണായകമായ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് ട്രംപ് പറയുന്നു. പ്രതീക്ഷ ട്രംപ് കൂടി പങ്കുവയ്ക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ ഇറാൻ അമേരിക്ക ഇസ്രായേൽ ആ ഒരു പോരാട്ടം നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്നത് ഇസ്രായേലിൻ്റെ ഒരു ആക്രമണോത്സുകതയാണ്. അല്ലെങ്കിൽ മറ്റ് ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ കൂടി ആക്രമണം നടത്തുന്നു എന്നതാണ്. യമന് നേരെയും ലെബനന് നേരെയും തുടരെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. ഇന്ന് ലെബനനിലേക്ക് നടന്ന ആക്രമണത്തിൽ 4 ആരോഗ്യ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഏതാണ്ട് 2200-ലധികം ആളുകൾ ലെബനനിൽ മാത്രം കൊല്ലപ്പെട്ടു. 2500-ലധികം ആളുകൾ ഇറാനിലും കൊല്ലപ്പെട്ട സാഹചര്യമുണ്ടായി. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടിയിൽ ഇന്ത്യക്കാരുൾപ്പെടെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിൽ ആൾനാശം സംഭവിക്കുന്നൊരു സാഹചര്യമാണ്. അവിടെയാണ് നാളെ ഇങ്ങനെ ഒരു ചർച്ച. അത് പ്രധാനമായും അടുത്ത ആഴ്ച ഇറാനും അമേരിക്കയുമായുള്ള ചർച്ചയുണ്ട്. അതും ട്രംപ് തന്നെയാണ് അറിയിച്ചത്. ഇറാൻ അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഈ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ട്. സമാധാനം പുലരണം എന്ന ആവശ്യം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനിടയിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നം. അതായത് നമുക്കറിയാം, ഈ ഗസയിലൊക്കെ നടക്കുന്ന പ്രശ്നം തന്നെയാണ് ഇതിൻ്റെ തുടക്കം. അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും അടിത്തട്ടിലെ വിഷയമെന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ ഹമാസിനും അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്കും ഒക്കെ തന്നെ ഹൂതികൾക്കുമൊക്കെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഫണ്ടിങ് ഉണ്ടാകുന്നു, പണം നൽകുന്നു, ആയുധം നൽകുന്നു എന്നതാണ് ഇസ്രായേലിൻ്റെ പ്രധാന ആരോപണം. ഈ വെടിനിർത്തലിനെ പോലും ഇസ്രായേൽ സ്വാഗതം ചെയ്യുന്നൊരു നിലയുണ്ടായില്ല. മാത്രമല്ല, ലെബനനൊക്കെ തന്നെ ഈ വെടിനിർത്തൽ കരാറിൻ്റെ പരിധിയിൽ വരുന്നേ ഇല്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നാളെ ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചയ്ക്കുള്ള കളമൊരുങ്ങിയത്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ലെബനനിലേക്ക് ആക്രമണമുണ്ടായത്. അതാണ് സാഹചര്യം. ഏതായാലും സമാധാന ശ്രമങ്ങൾ ഒരു പരിധിവരെ നടക്കുമ്പോഴാണ് ഇത്തരം ആക്രമണ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്നത് പ്രധാനമാണ്. ഇറാനെ പോലും സമാധാന ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങാൻ നിർബന്ധിതരാക്കുന്നത് ഇസ്രായേലിൻ്റെ ഈ ആക്രമണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.